ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 41-ാം വാക്യത്തിൽ ഒരു കല്ലേറ് ദൂരത്തിൽ കർത്താവ് അവരെ വിട്ട് ദൂരെ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു കല്ലേറ് ദൂരമാണ് ദൈവവും നമ്മളുമായിട്ടുള്ള അകലം. അതെത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നിങ്ങൾ അളന്നു നോക്കൂ. ആ കല്ലേറിന്റെ ദൂരം എത്രയെന്ന് അവിടെ വ്യക്തമാക്കിയിട്ടില്ല. അത് അളക്കുവാൻ ഒരു വിശേഷത, ഒരു പദ്ധതിയുണ്ട്. എന്താണെന്നറിയാമോ? ഒരേ അളവിലുള്ളതായ 3 കല്ലുകൾ എടുത്തിട്ട് 3 വ്യക്തികളെ ഏൽപ്പിക്കുക. ഒരു ശിശുവിനെ, ഒരു ബലഹീനനായ മനുഷ്യനെ, ആരോഗ്യമുള്ള ഒരു യുവാവിനെ. അതിനുശേഷം അവര് ആ കല്ലെടുത്ത് എറിയട്ടെ, ദൂരത്തിൽ എറിയട്ടെ, അവരുടെ ശക്തിയെല്ലാം ഉപയോഗിച്ചെറിയട്ടെ. ഒരു ശിശു എറിയുമ്പോൾ അത് എത്ര ദൂരത്തിൽ എന്ന് നമുക്കറിയാം. ഒരു ബലഹീനനും രോഗിയും അല്ലെങ്കിൽ ഒരു നിർധനനും ബലമില്ലാത്തവനും ഹൃദയം നുറുങ്ങിയവനുമായ ഒരു വ്യക്തിയുടെ കയ്യിൽ ആ കല്ല് കൊടുത്തു നോക്കൂ. അവൻ എറിയുന്ന ദൂരത്തെക്കുറിച്ച് നമുക്കൊരു കണക്കുകൂട്ടലുകളുണ്ട്. എന്നാൽ മൂന്നാമതൊരു വ്യക്തിയെ, ദൃഢഗാത്രനായ ആരോഗ്യമുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ്റെയിൽ അതേ കല്ല് എടുത്ത് കൊടുത്തിട്ട് അവനോട് പറയൂ, അവനൊന്ന് അവൻ്റെ ആഴത്തിൽ ആ കല്ലെടുത്തൊന്ന് എറിയുവാൻ. അതിനുശേഷം 3 പേരും എറിഞ്ഞ ആ ദൂരം, ആ കല്ല് ചെന്ന് വീണതായ ആ ദൂരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അളവെടുത്ത് നോക്കൂ. അതാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ദൂരത്തിൻ്റെ യഥാർത്ഥ അളവ്. ആരോഗ്യവും ബലവും ജ്ഞാനവും അറിവും അല്ലെങ്കിൽ യൗവനവും ഉള്ളതായ ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് അവന്റെ സാമീപ്യത്തെ അത്രത്തോളം അവൻ ആവശ്യമില്ല. കാരണം അവൻ അധ്വാനിക്കാൻ കഴിവുണ്ട്. അവന്റെ വരുമാനത്തെക്കുറിച്ചൊന്ന് അറിയാം, അവന്റെ ആരോഗ്യത്തെക്കുറിച്ച് അവൻ അറിയാം, അവന് നല്ല ബോധമുണ്ട്. എപ്പോഴും അവനൊരു ദൈവ സാന്നിധ്യം ആവശ്യപ്പെടുന്നവനായിരിക്കില്ല. അതാൽ ഒരു ബലഹീനനായ മനുഷ്യൻ, ഹൃദയം നുറുങ്ങിയവൻ, രോഗിയായ മനുഷ്യൻ, പ്രാണവേദനയിലായിരിക്കുന്നവൻ ഒരു കല്ലെടുത്തെറിയുമ്പോൾ അല്പദൂരം മാത്രമേ ആ കല്ലിന് പോകാൻ കഴിയുള്ളൂ. അവന്റെ ബലം കുറവാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. എന്നാൽ ഒരു ശിശു കല്ലെടുത്തെറിയുമ്പോൾ അല്പം ദൂരം മാത്രമേ പോകത്തുള്ളൂ. അതാണ് കർത്താവ് പറഞ്ഞത്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ഒരു ശിശുവിന്റെ നിഷ്കളങ്ക ഹൃദയത്തിൽ ദൈവവുമായിട്ട് വളരെ സാമീപ്യമുണ്ട്. ഒരു ബലഹീനനായ രോഗിയായ അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങി ഭാരത്തോടെ ഇരിക്കുന്ന ഒരു മനുഷ്യന് അവൻ എറിയുവാൻ കഴിയുന്ന ദൂരത്തിന് ഒരു നിശ്ചിതമായ ഒരു അളവുണ്ട്. എന്നാൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ എറിയുമ്പോൾ അത് വളരെ ദൂരത്തിൽ. ആത്മീക ഭാഷയിലേക്ക് വരാം. ആത്മീകമായി ചിന്തിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിയവർക്കാണ് യഹോവ സമീപസ്ഥൻ. നാം ഹൃദയം നുറുങ്ങിയവരെന്ന് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ നാം പാട്ടിൽ കൂടെ ചില ആശയം കൊള്ളിച്ചൊക്കെ നമ്മുടെ പാവരൂപങ്ങൾക്ക് വ്യത്യാസമാക്കി എന്ന് വിചാരിച്ച് ദൈവത്തിന്റെ സാമീപ്യവും സാന്നിധ്യവും അതിൽ ഉൾക്കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ആ ഭാരം, പ്രയാസവും മറ്റാരും ആശ്രയമില്ല എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അത് നമ്മെ ദൈവത്തോട് വളരെയധികം അടുപ്പിക്കും. നമ്മുടെ മുഖത്തിന്റെ രൂപം മാറ്റും, നമ്മുടെ സംസാരത്തിന്റെ ശൈലി മാറ്റും. ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചില്ലേ? എലി പ്രവാചകൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ അവൾ വീഞ്ഞു കുടിച്ച് മത്തയായിരിക്കുന്നത് പോലെ അവന് തോന്നിപ്പോയി. അടുത്തു വന്ന് ചോദിച്ചു, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ഇങ്ങനെ മത്തയായി വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചവളെ പോലെ എത്രത്തോളം നീ ഇങ്ങനെ കോഷ്ടികൾ കാണിക്കുമെന്ന് ഹന്നയോട് ചോദിച്ചപ്പോൾ അവൾ കൊടുത്ത മറുപടി, യജമാനനെ, അങ്ങ് വിചാരിക്കുന്നത് പോലെ ഞാൻ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചവളല്ല. വീഞ്ഞിനാൽ ഞാൻ ബോധരഹിതയായിട്ടുള്ളവളല്ല. ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ പകരുകത്രേ ചെയ്തത്. ഞാൻ നുറുക്കപ്പെട്ടവൾ, വേദനയുള്ളവൾ, ഞാൻ വളരെ അധികം മനോവ്യസനം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോഴാണ് എലി പ്രവാചകന് സത്യം മനസ്സിലായത്. ഹൃദയം നുറുങ്ങിയവർക്കും മനോവ്യസനം അനുഭവിക്കുന്നവർക്കും ദൈവത്തോടുള്ളതായ സമീപനത്തിന് ഒരളവ് വ്യത്യാസമുണ്ട്. ഒരാരോഗ്യമുള്ളവർ ഹൃദയം നുറുക്കമില്ലാത്തവർക്കും ഹൃദയം നുറുങ്ങിയവർക്കും തമ്മിൽ ആ സാമീപ്യം വളരെയധികം വ്യത്യാസമായിരിക്കുന്നെന്ന് ദാവീദ് കണ്ടുപിടിച്ചു. ദൈവത്തിന് സ്തോത്രം. 74-ാം സങ്കീർത്തനത്തിൽ ആസാഫ് സങ്കീർത്തനം എഴുതുമ്പോൾ താൻ ഇങ്ങനെ പറയുകയാണ്, ശത്രുക്കളും വൈരികളും ദൈവത്തിന്റെ ആലയത്തെയും ദൈവത്തിന്റെ ആ മനോഹരിതയെയും കവർന്നു കളഞ്ഞ് വളരെയധികം മലിനപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇതെത്രത്തോളം എന്ന് കണ്ടുപിടിക്കുവാൻ തക്കതായ
ഒരു വ്യക്തി ഞങ്ങളുടെ ഇടയിൽ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രവാചകനുമില്ല. ഞങ്ങൾ എത്രത്തോളം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നെന്ന് കണ്ടുപിടിക്കുവാൻ ഞങ്ങളുടെ ഇടയിൽ ഒരു വ്യക്തി ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ദൈവം അകന്നകന്നിരിക്കും. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ദിവസങ്ങളും കണ്ണുനീരും നമ്മുടെ ആരാധനയും യാചനയും ഹൃദയം നുറുങ്ങിയതും മനസ്സ് തകർന്നതും ആവശ്യബോധത്തോടും മനോവ്യസനത്തോടുമുള്ളതായ ഒരു പ്രാർത്ഥനയും ആരാധനയുമാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാമീപ്യം നമുക്ക് തൊട്ടറിയുവാൻ സാധിക്കും. 1000 ജനങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാലും അവിടെ കടന്നു വരാമെന്ന് പറഞ്ഞതായ കർത്താവിന്റെ സാന്നിധ്യം വളരെ വ്യക്തമായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിലും, നമുക്കവിടെ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും, അങ്ങനെ കടന്നു വന്നിരിക്കുന്നതായ കർത്താവിന്റെ സാന്നിധ്യം പല വ്യക്തികളിലും പല അളവിലാണ് പകരപ്പെടുന്നത്. അവിടെ ഒരു ഹൃദയം നുറുങ്ങിയ ഒരു സാധുവായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനോട് കർത്താവ് സമീപനായിട്ട് വരും. എന്നാൽ വളരെ ഉച്ചത്തിൽ വളരെ മനോഹരമായി പാടുന്നവർ പലരും കാണുമായിരിക്കും. പ്രസംഗിക്കുന്നവരും ശബ്ദമുണ്ടാക്കുന്നവരും പലരും കാണുമായിരിക്കും. ആരോഗ്യമുള്ളവരായിരിക്കും അവർ, ഓജസ്സുള്ളവരും യൗവനക്കാരുമായിരിക്കും. അവരോട് ദൈവം അടുത്തു വരുന്നതായ അളവും ഒരു സാധുവായവനോട്, ഹൃദയം നുറുങ്ങിയവനോട്, മനോവ്യസനമുള്ളവനോട് അടുത്തു വരുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നാമും ദൈവവുമായി എത്രത്തോളം ദൂരമുണ്ട് എന്ന് നമ്മൾക്ക് തന്നെ കണ്ടുപിടിക്കുവാൻ കഴിയുന്ന നല്ല ഒരു അളവുകോൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഒരു കല്ലേർ ദൂരം. നാം നമ്മുടെ ആരോഗ്യത്തിൽ വെളിയിലിറങ്ങി ഒരു കല്ലെടുത്ത് നമ്മളൊന്ന് എറിഞ്ഞു നോക്കും. ആരോഗ്യമുള്ള സമയത്ത് എറിഞ്ഞു നോക്കും, ആരോഗ്യമില്ലാത്ത സമയത്ത് എറിഞ്ഞു നോക്കും, തീരെ അവശനായിരിക്കുന്ന സമയത്ത് എറിഞ്ഞു നോക്കും. ഇതാണ് നമുക്കും ദൈവവുമായിട്ട് അടുത്തു വരുവാനുള്ളതായ ഒരു വ്യവസ്ഥ. ദൈവത്തോട് നീ അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഹൃദയം നുറുങ്ങിയവനായിരിക്കണം. എങ്ങനെ ഹൃദയം നുറുങ്ങി? നിന്റേതായ അവസ്ഥയെ ഓർത്ത്, നിന്റെ ആവശ്യങ്ങളെ ഓർത്ത്, നിന്റെ കണ്ണുനീരിനെ ഓർത്ത്, നീ കടന്നു പോകുന്നതായ വഴികളെ ഓർത്ത്, അല്ലെങ്കിൽ നിനക്ക് അഭിമുഖീകരിക്കാൻ പോകുന്നതായ കഴിവുകൾ, ചില പാതകളെ ഓർത്ത്, അതിനെ അഭിമുഖീകരിക്കുവാൻ നിന്റെ കയ്യിൽ എന്ത് ഉണ്ട്, നിനക്ക് എന്ത് ബലമുണ്ട് എന്ന് നിന്നെ തന്നെ നീ കണ്ടുപിടിക്കുമ്പോൾ അനേക ഇടങ്ങളിൽ അശക്തനായി, നീ പോരാത്തവനായി, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധം നിനക്കുണ്ടാകുമ്പോൾ, നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് നുറുക്കമുണ്ടാകും. കർത്താവിനോട് ചോദിക്കും, കർത്താവേ, എത്രത്തോളം നീ ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നു? അങ്ങനെ അകന്നിരിക്കുന്നതായ ഒരു ചോദ്യം ദൈവത്തിന്റെ സന്നിധിയിൽ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ ഒരു കാര്യം സ്വർഗത്തിൽ നമുക്ക് ഉത്തരമരുളും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നുറുക്കപ്പെട്ട ഒരു ഹൃദയത്തിന്, തകർന്ന ഒരു മനസ്സിന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കുവാൻ ദൈവം അവിശ്വസ്തനല്ല, വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ നിനക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു.